ടെക്കിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജുവൽ. ഞാൻ പ്രഡിക്ഷനുമായിട്ട് എത്തിയിരിക്കുകയാണ് 5ാം ക്ലാസ് മക്കൾക്കായി. നാളെ എൻ്റെ വിഷയമായ സോഷ്യൽ സയൻസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് പ്രഡിക്ഷനുമായി എത്തിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ചോദ്യത്തിലേക്ക് പോകാം. മുകളിൽ മലയാളം കൊടുത്തിട്ടുണ്ട്, ഞാൻ ഇംഗ്ലീഷ് വായിച്ചു തരാം. ഇൻ സൗത്തേൺ ട്രാവൻകൂർ ഇൻ ഏർലി 19th century the dash is a protest for women to cover their breast. മാറിടം മറയ്ക്കാൻ വേണ്ടി ട്രാവൻകൂറിൽ 9ാം നൂറ്റാണ്ടിൽ ഒരു സമരം നടന്നിട്ടുണ്ട്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം കാണാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ആൻസറാണ് മേൽമുണ്ട് സമരം. അവിടെ തരാം, മേൽമുണ്ട് സമരം അഥവാ മേൽമുണ്ട് പ്രൊട്ടസ്റ്റ് എന്ന് എഴുതി കൊടുക്കാം. മേൽമുണ്ട് പ്രൊട്ടസ്റ്റ് കേട്ടോ, ട്രാവൻകൂറിൽ നടന്നതാണ് വുമൻസിന് വേണ്ടി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രഡിക്ഷനാണ്. അടുത്തതിൽ ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുകയാണ് ഡെമോക്രസിയുമായിട്ട് ഒന്നെങ്കിൽ ഡെമോക്രസിയുടെ ഫീച്ചർ അല്ലെങ്കിൽ വാട്ട് ഈസ് ഡെമോക്രസി എന്ന് ഇതേ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്ലാസ് 5 ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ വരും, വാട്ട് ഈസ് ഡെമോക്രസി, അല്ലെങ്കിൽ ഡെമോക്രസിയായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഡെമോക്രസി ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറില്ല. അങ്ങനെ ഡെമോക്രസി നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചില്ലെങ്കിൽ, ഈ ക്വസ്റ്റ്യൻ ചോദിച്ചില്ലെങ്കിൽ ഞാൻ ഈ ചാനൽ നിർത്തും. വാട്ട് ഈസ് ഡെമോക്രസി എന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഡെമോക്രസി ഈസ് എ സിസ്റ്റം ഇൻ വിച്ച് ദ പീപ്പിൾ മേക്ക് ഡിസിഷൻ അബൌട്ട് അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് ഡയറക്ട്ലി ഓർ ത്രൂ റെപ്രസെൻറ്റേറ്റീവ് ദേ ചൂസ്. ഇത് തന്നെ അവിടെ പഠിച്ചു വെച്ചാൽ മതി. ഇതായത് എന്താ വെച്ചാൽ ഡെമോക്രറ്റിക് സിസ്റ്റം എന്ന് വെച്ചാൽ ആൾക്കാർ തന്നെ അവരുടെ തീരുമാനം എടുക്കുന്നതാണ്, അല്ലെങ്കിൽ ആൾക്കാരാണ് അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സിൽ ഇപ്പം ആരാണ് ഭരിക്കേണ്ടത്, ആരാണ് ലീഡർ വേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നത് ആൾക്കാരാണ്. അതിനെയാണ് ഡെമോക്രസി എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഇപ്പം നമ്മുടെ ലീഡർ ആവണം, പ്രൈം മിനിസ്റ്റർ ആരാവണം, അല്ലെങ്കിൽ മിനിസ്റ്റേഴ്സ് ആരാവണം എന്ന് തീരുമാനിക്കുന്നത് പീപ്പിൾസാണ്. ഈ ഒരു പോയിൻ്റ് വാട്ട് ഈസ് ഡെമോക്രസി എന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഫുൾ മാർക്കും കിട്ടുമെന്നുള്ളതാണ്. ഫുൾ മാർക്കും കിട്ടും. ഇത് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യാണ്. ഡെമോക്രസിയെ പറ്റിയിട്ട് ക്വസ്റ്റ്യൻ വരും. അടുത്തത് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡെമോക്രാറ്റിക് സിസ്റ്റം ഓഫ് ഗവൺമെൻറ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും. ഇത് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യാണ്. ഇത് നിങ്ങൾ ടെക്സ്റ്റ് നോക്കുക. ഓക്കെ, അടുത്ത പ്രഡിക്ഷനാണ്. ഞാൻ പറഞ്ഞുതരാം. ക്ലാസ് 5 നാളത്തെ സോഷ്യൽ സയൻസ് എക്സാമിന് യൂണിവേഴ്സൽ സഫ്രേജ് എന്ന് പറഞ്ഞ സാധനം, വാട്ട് ഈസ് യൂണിവേഴ്സൽ സഫ്രേജ് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ യൂണിവേഴ്സൽ അഡൽട്ട് സഫ്രേജ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കും. യൂണിവേഴ്സൽ അഡൽട്ട് സഫ്രേജ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ വരും. ഇവിടെ വായിച്ചു നോക്കുക. യൂണിവേഴ്സൽ അഡൽട്ട് സഫ്രേജ് റെഫേഴ്സ് ടു ദ റൈറ്റ് of all persons of certain age to vote in election without any discrimination. Until 1989 the voting age in India was 21 years. Now it's 18 years. ഇതെന്താണെന്ന് ഞാൻ ഇപ്പം തന്നെ പറഞ്ഞുതരാം. യൂണിവേഴ്സൽ അഡൽട്ട് സഫ്രേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് 18 വയസ്സ് കഴിഞ്ഞ ഏതൊരാൾക്കും എന്ത് ചെയ്യാം, ഇലക്ഷനിൽ വോട്ട് ചെയ്യാമെന്നുള്ളതാണ്. 18 വയസ്സിൽ കഴിഞ്ഞ ഏതാൾക്കും എന്ത് ചെയ്യാം, ഇലക്ഷനിൽ വോട്ട് ചെയ്യാമെന്നുള്ളതാണ് ഈ റൂളെന്ന് പറഞ്ഞാൽ അല്ലേ. അതായത് അൺടിൽ 1989 തൊട്ട് ജനിച്ച ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, വോട്ട് ചെയ്യാം എന്നുള്ളത്. ആദ്യം 21 വയസ്സായിരുന്നു, എന്നാൽ ഇപ്പോൾ അതെന്താക്കിയിട്ടുണ്ട്, 18 വയസ്സാക്കിയിട്ടുണ്ട് കേട്ടോ. ഓർത്ത് വെക്കണേ. യൂണിവേഴ്സൽ അഡൽട്ട് സഫ്രേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു പർട്ടിക്കുലർ 18 വയസ്സ് കഴിഞ്ഞാൽ വോട്ട് ചെയ്യാനുള്ള റൈറ്റാണ് യൂണിവേഴ്സൽ അഡൽട്ട് സഫ്രേജ് എന്ന് പറഞ്ഞാൽ കേട്ടോ. അത് വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ. നിങ്ങൾ കറുത്തതോ വെളുത്തതോ ഏത് മതമോ മുസ്ലിമോ ഹിന്ദു ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ ഒരു 18 ഇയർ ഓൾഡ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ക്വസ്റ്റ്യനാണ്. എക്സ്പ്ലെയിൻ വൈ സ്റ്റാർസ് ട്വിങ്കിൾ വെൻ ദ വ്യൂഡ് ഫ്രം ദ എർത്ത്. നമുക്കറിയാം, നമ്മൾ ഇങ്ങനെ ആകാശത്തേക്കൊക്കെ നോക്കുമ്പോൾ എർത്തുനിന്ന് നോക്കുകയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. നമ്മളെ വീടിൻ്റെ പുറത്തുനിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് മുകളിൽ നന്നായിട്ട് എന്ത് ചെയ്യാം, നല്ല സ്റ്റാർ ഇങ്ങനെ കത്തി നിൽക്കുന്നത് കാണാമെന്നുള്ളതാണ്. കാരണം കത്തി നിൽക്കുന്നത് കാണാമെന്നുള്ളതാണ്. ശരിക്കും കത്തുന്നുണ്ടോ വെച്ചാൽ കത്തുന്നുണ്ട്. നമുക്ക് നല്ല ടിങ്കിളായിട്ട് നല്ല രസത്തിൽ കാണാം അല്ലേ. അതെന്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ കണ്ടെന്ന് വരാം. അപ്പോൾ ഇത് പഠിച്ചു വെച്ചോളാം. ഇതവിടെ ആൻസർ ഉണ്ട്, ഒക്കെ അത് നോക്കിക്കോളാം. ഞാനിപ്പോൾ ടൈമിൻ്റെ ചെറിയൊരു ഇഷ്യൂകൊണ്ടാണ് ഇത് ഞാനിപ്പോൾ വായിച്ചു തരാത്ത. അപ്പോൾ അടുത്തതിലേക്ക് പോട്ടോ. ഇത് അടുത്ത പ്രഡിക്ഷനാണ്. പിടിച്ചോ. ക്ലാസ് 5 സോഷ്യൽ സയൻസിൻ്റെ എക്സാമിന് എന്ത് ചോദിക്കും ഞാൻ പറയാം. ചോദ്യത്തിൻ്റെതാണ്, വാട്ട് ഈസ് ട്രോപ്പിക്കൽ ഡെസേർട്സ് എന്ന് ചോദിക്കും. ട്രോപ്പിക്കൽ
ഡെസേർട്ട് എന്താണെന്ന് അല്ലേ, ട്രോപ്പിക്കൽ ഡെസേർട്ട് എന്താണെന്ന് ക്വസ്റ്റ്യൻ വരും. പഠിച്ചു വെച്ചോ. ട്രോപ്പിക്കൽ ഡെസേർട്ട്, വാട്ട് ഈസ് ട്രോപ്പിക്കൽ ഡെസേർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ ട്രോപ്പിക്കൽ ഡെസേർട്ട് ഇത് കമ്പൈൻ ചെയ്തുകൊണ്ടൊരു ക്വസ്റ്റ്യൻ വരാം. അങ്ങനെ പറഞ്ഞത് എന്തായാലും ഇത് പഠിച്ചു വെച്ചോ. ട്രോപ്പിക്കൽ ഡെസേർട്ട്സ് ഫീച്ചേഴ്സ് ലാർജ് ഏരിയാസ് ഓഫ് സാൻഡ് and sand dunes. They experience very high temperature during the day and very low temperatures at night. The regions have very little rainfall, dry winds and serve water scarcity. എന്താ പറയുക, ട്രോപ്പിക്കൽ ഡെസേർട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് ഏരിയാസ്, വലിയ സാൻഡ്, അതായത് സാൻഡ് എന്താണെന്ന് അറിയാമല്ലോ, മണൽ ഉള്ള ഏരിയ ആണ് അല്ലേ. അവിടെ എന്താണ് അവിടെ ട്രോപ്പിക്കൽ ഡെസേർട്ടിൽ എക്സ്പീരിയൻസ് ചെയ്യുക വെച്ചാൽ വെരി ഹൈ ടെമ്പറേച്ചർ, അവിടെ ഭയങ്കര ടെമ്പറേച്ചർ ആയിരിക്കും കേട്ടോ. അവിടെ എന്ത് ചെയ്യും, ട്രോപ്പിക്കൽ ഡെസേർട്ടിൽ നല്ല ചൂടായിരിക്കും എന്ന് ഓർത്ത് വെക്കുക. എപ്പോഴായിരിക്കും നല്ല ചൂട്? രാവിലെ നല്ല ചൂടും, എന്നാൽ രാത്രി നല്ല തണുപ്പുമായിരിക്കും എന്ന് ഓർത്ത് വെക്കുക. രാവിലെ നല്ല നമ്മളെപ്പോലെ തന്നെ, പക്ഷേ നല്ല ചൂടായിരിക്കും കേട്ടോ. നമ്മളൊക്കെ കുറച്ച് ഡ്രൈ ആണ്, കുഴപ്പമില്ല. ദിസ് റീജിയൻ ഹാവ് വെരി ലിറ്റിൽ റെയിൻഫാൾ. അവിടെ എന്താണ്, മഴ കുറവാണ്. ഓക്കെ, പിന്നെ ഡ്രൈ വിൻസ് ആണ്. സെർവ് വാട്ടർ സാക്രിസിറ്റി, വെള്ളത്തിന് പ്രശ്നമുണ്ട് കേട്ടോ. സോ ട്രോപ്പിക്കൽ ഡെസേർട്ട്സ്, വാട്ട് ഈസ് ട്രോപ്പിക്കൽ ഡെസേർട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് ക്വസ്റ്റ്യൻ വരും. നെക്സ്റ്റ് ആയിട്ടുള്ള പ്രഡിക്ഷനാണ് ഹരിത കേരള മിഷൻ എന്ന് വെച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ഒബ്ജക്റ്റീവ് ഹരിത കേരള മിഷൻ, അല്ലെങ്കിൽ ഹരിത കേരള മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഹരിത കേരള മിഷനുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടൊരു ക്വസ്റ്റ്യൻ ക്ലാസ് 5 SS ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഹരിത കേരള മിഷൻ എന്താണെന്ന്, അല്ലെങ്കിൽ ഹരിത കേരള മിഷനുമായിട്ടുള്ള ബന്ധപ്പെട്ട എന്തെങ്കിലും ഒബ്ജക്റ്റീവോ എഴുതാൻ വരുമെന്നുള്ള കാര്യമാണ്. ഉറപ്പാണ്. ഹരിത കേരള മിഷൻ എന്താണെന്ന് പഠിച്ചു വെക്കുക. എന്താണ് ഹരിത കേരള മിഷൻ? ദിസ് സ്കീം ഇംപ്ലിമെൻറ്റഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരള എയിം ടു കൺട്രോൾ ആക്ടിവിറ്റീസ് കോസിങ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് പ്രൊട്ടക്റ്റ് എൻവയോൺമെൻറ്റ്. ഇറ്റ് ഫോക്കസ് ഓൺ സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷൻ, സാനിറ്റൈസേഷൻ, വേസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഓർഗാനിക് കൾച്ചർ. അതായത് ഈ ഒരു സ്കീം, അതായത് ഞാൻ പറഞ്ഞ ഈ ഒരു സ്കീം ഉണ്ടല്ലോ, ഈ ഹരിത കേരള മിഷൻ എന്തിനാണ് ഉണ്ടാക്കിയത്, അതിൻ്റെ എയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്കീം എന്ന് പറഞ്ഞാൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് കേരളയാണ്, കേരളൻ്റെ ഗവൺമെൻറ്റാണ്. എന്താണ് അവരുടെ എയിം? കൺട്രോൾ ആക്ടിവിറ്റീസ് കോസിങ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് പ്രൊട്ടക്റ്റ് എൻവയോൺമെൻറ്റ്. അതായത് ഇപ്പം നമ്മളിപ്പം മരമൊക്കെ വെട്ടൂലേ, അപ്പം അങ്ങനെ എൻവയോൺമെൻറ്റിനെ ക്ലൈമറ്റ് ചേഞ്ചിനും ഉണ്ടാക്കുന്ന ആക്ടിവിറ്റീസ് സ്റ്റോപ്പ് ചെയ്യുക, ആൻഡ് പ്രൊട്ടക്റ്റ് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക. അത് മെയിനായിട്ട് സോയിൽ, വാട്ടർ കൺസർവേഷൻ, സാനിറ്റൈസേഷൻ, വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഓർഗാനിക് കൾച്ചർ എന്നീ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നു. ഓർത്ത് വെക്കുക, ഇത് തന്നെ പഠിച്ചാൽ